കുട്ടികളെ നമസ്കാരം. മഹാകവി വള്ളത്തോൾ സാഹിത്യമഞ്ജരി ഒന്നാം ഭാഗം എഴുതിയത് 1918 നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ 1914 മുതൽക്ക് തുടങ്ങിയതാണ്, 18 അവസാനിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ കെടുതികളൊക്കെ കണ്ടും കേട്ടും വളർന്നുള്ള വള്ളത്തോൾ മനുഷ്യൻ്റെ ഉത്സാഹം അത് വിജയക്കൊടി നാട്ടാൻ, സ്വർഗം വരെ എത്തുന്ന വിജയക്കൊടി നാട്ടാൻ, വിജയക്കൊടി പറപ്പിക്കാനുള്ള മോഹത്തെ പറ്റിയാണ് 19 ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. മുടിയും ഭുവനങ്ങളൊക്കെയെന്നാൽ മുടിയട്ടെ, നരനത്ര ഭീരുവാണോ, ചൊടികൂടുമവന് തഞ്ചയ പൊൻകൊടി പൊങ്ങിക്കണം ഇന്ദ്രനാട്ടിലോളം. ഭുവനങ്ങൾ ഒക്കെയും മുടിയും എന്നാൽ മുടിയട്ടെ, നരൻ അത്ര ഭീരുവാണോ, ചൊടികൂടുന്ന അവന് തൻ ജയപ്പൊൻകൊടി ഇന്ദ്രനാട്ടിലോളം പൊങ്ങിക്കണം എന്നാണ് ഇതിൻ്റെ അന്വയം. ഭുവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമി, സ്വർഗം, പാതാളം എന്നീ 3 ലോകങ്ങൾ. അത് മുടിയും എന്ന് പറഞ്ഞാൽ നശിച്ചു പോവും, എങ്കിൽ മുടിയട്ടെ, നശിക്കട്ടെ. നരൻ അത്ര ഭീരുവാണോ, ഒട്ടും ഭീരുവല്ല, പറഞ്ഞാൽ ഭയശീലനല്ല, ഒട്ടും പേടിയില്ലാത്ത ആളാണ് എന്നാണ് പറയുന്നത്. ചൊടി കൂടുന്ന, അതായത് ഉത്സാഹം അതിശക്തിയായിട്ടുള്ള അവന് വിജയപ്പൊൻകൊടി, വിജയത്തിൻ്റെ കൊടി നാട്ടണം. താൻ കീഴടക്കി എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി കൊടി നാട്ടുക. അങ്ങനെയാണല്ലോ, എവറസ്റ്റ് കീഴടക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൊടി നാട്ടി. അതുപോലെ വിജയത്തിൻ്റെ കൊടി, സ്വർണ്ണ കൊടിക്കൂര, അത് പൊങ്ങിക്കണം. അത് എത്രയൊന്നും ചെറിയ ഉയരൊന്നും പോരാ, ഇന്ദ്രനാട്ടിലോളം, അതായത് സ്വർഗത്തോളം. സ്വർഗം മുകളിലും പാതാളം താഴെയും എന്നാണല്ലോ വിശ്വാസം. അപ്പോൾ ആ സ്വർഗത്തിലെത്താൻ പാകത്തിൽ അത്രയും ഉയരത്തിൽ ഈ കൊടി നാട്ടണം എന്നാണ് നരൻ്റെ, മനുഷ്യൻ്റെ ആഗ്രഹം എന്നർത്ഥം. എല്ലാം മുടിഞ്ഞു പോയാലും സാരമില്ല, തനിക്ക് ജയിക്കണം എന്ന മനുഷ്യൻ്റെ മനോഭാവത്തെയാണ് കവി ഇവിടെ കാണിച്ചു തരുന്നത്. ഒന്നാം ലോകമഹായുദ്ധത്തിലെ നാശനഷ്ടങ്ങൾ കണ്ടുകൊണ്ടായിരിക്കണം കവി ഇത് എഴുതിയത് എന്ന് തീർച്ച. കാരണം കവികൾ അതതു കാലത്തെ വിഷയങ്ങളെ തൻ്റെ കവിതയിൽ കൊണ്ടുവരിക സ്വാഭാവികം മാത്രം. ഇനി അടുത്ത ശ്ലോകം കൂടി നോക്കാം. അതിനുഷ്ഠുര ജീവിതാഹവാഹംകൃതിയാൽ എത്ര ഭയങ്കരം പ്രപഞ്ചം, അതിനൊട്ടൊരു സൗമ്യഭാവമേകുന്നതിനാണീദൃശ സത്വസൃഷ്ടി നൂനം. അതിനിഷ്ഠുര ജീവിതാഹവ അഹംകൃതിയാൽ പ്രപഞ്ചം എത്ര ഭയങ്കരമാണ്, അതിന് ഒട്ടൊരു സൗമ്യഭാവം ഏകുന്നതിനാണ് ഈദൃശ സത്വസൃഷ്ടി നൂനം എന്നാണ് ഏകദേശം ഇതിൻ്റെ ഒരു അന്വയം വരിക. ഇതിൽ നിഷ്ഠുരം എന്ന് പറഞ്ഞാൽ ക്രൂരമായ, പരുഷമായ എന്നൊക്കെ അർത്ഥം. ആഹവം എന്ന് പറഞ്ഞാൽ യജ്ഞം എന്നൊരർത്ഥമുണ്ട്, പക്ഷെ അതല്ല ഇവിടെ. സമരം എന്നുള്ള അർത്ഥം, യുദ്ധം, വെല്ലുവിളി എന്നൊക്കെ അർത്ഥം. അപ്പോൾ ജീവിതമാകുന്ന ആഹവം, ജീവിത സമരം, അതിൻ്റെ അഹങ്കൃതി, അഹങ്കാരം, എനിക്ക് ജയിക്കണം, ഞാൻ ജയിക്കും, എനിക്ക് അത്ര ശക്തിയുണ്ട് എന്നുള്ള ഒരു അഹങ്കാരം, അതാണ് ജീവിതാഹവാഹങ്കൃതി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പറയാം. അതിനിഷ്ഠരം എന്ന് പറഞ്ഞാൽ വളരെയധികം ക്രൂരമായ, പരുഷമായത്. അങ്ങനെയുള്ള ജീവിതാഹവം, ജീവിതമാകുന്ന
ആഹവം, ജീവിതമാകുന്ന സമരം, യുദ്ധം, അതിലുള്ള അഹങ്കൃതി, ആ യുദ്ധത്തിൽ ജയിച്ചു എന്നുള്ള അഹങ്കാരം, അതായത് വളരെ ക്രൂരമായ ജീവിത സമരത്തിൻ്റെ അഹങ്കാരം മൂലം ഈ പ്രപഞ്ചം, ഈ ലോകം, ഈ സംസാരം വളരെ ഭയങ്കരമാണ്. അത് ഭീതിദം ആണ്, പേടി ഉണ്ടാക്കുന്നതാണ് എന്നർത്ഥം. അതിന് ഈ പേടിക്ക് ഒട്ടൊരു ആശ്വാസം, അല്പസ്വല്പം ഒരു സമാധാനം നൽകുന്നത് സൗമ്യഭാവം, കുറച്ചൊരു ശാന്തത അർത്ഥം. സൗമ്യഭാവം അത് ഏകുന്നതിന്, കൊടുക്കുന്നതിന് ആണ് ഈദൃശ സൃഷ്ടി, ഈ വിധത്തിലുള്ള ജീവിയെ സൃഷ്ടിച്ചത്, നിർമ്മിച്ചത്. പ്രാവിനെ പറ്റിയാണ് പറയണത്. ആ പ്രാവിനെ ഉണ്ടാക്കിയത് ലോകത്തിൽ അതല്ലെങ്കിൽ അതിഭയങ്കരമാണ്. മനുഷ്യരുടെ യുദ്ധവും ഒക്കെ കാരണം അതിഭയങ്കരമാണ്, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അതിന് കുറച്ചൊരു സൗമ്യഭാവം, സൗമ്യം എന്ന് പറഞ്ഞാൽ സോമനെ സംബന്ധിച്ചതാണ് ശാന്തതയുള്ളത്, വളരെ ശാന്തം ആണെന്നർത്ഥം. അതാണ് ഈ പക്ഷിയെ സൃഷ്ടിക്കാൻ തന്നെ കാരണം. ഈ മനുഷ്യൻ്റെ ഈ യുദ്ധക്കൊതിയും വിജയക്കൊതിയും ഒക്കെ ഒരു ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുമ്പോൾ അതിനൊരു സൗമ്യഭാവം, അതിനൊരു ശാന്തത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് ഈ അരിപ്രാവിനെ സൃഷ്ടിച്ചത് എന്നാണ് കവി സമർത്ഥിക്കുന്നത്. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ജീവിത സമരം അതിക്രൂരമാണ്. അതിനാൽ ലോകം മുഴുവൻ പേടിക്കത്തക്കതായി തീർന്നിരിക്കുന്നു. അതിന് അല്പമെങ്കിലും ആശ്വാസം പകരുന്നത് ഈ പ്രാവുകളുടെ സൃഷ്ടി. അപ്പോൾ ഈ പ്രാവിനെ കണ്ടാൽ തന്നെ ഒരു സമാധാനം ആവും എന്നർത്ഥം. സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ട് പ്രാവിനെ ആദ്യം പിടിച്ചു വയ്ക്കും, എന്നിട്ട് ആൾക്കാർ കാണുക പ്രാവിനെ പറത്തി വിടുന്നൊരു പതിവ് നമുക്കുണ്ട്. പ്രാവ് സമാധാനത്തിൻ്റെ ചിഹ്നമാണ്. അത്തരം പിറപ്പുകളെ കണ്ടാൽ തന്നെ മനസ്സിന് സമാധാനം കിട്ടും എന്നാണ് ചുരുക്കത്തിൽ കവി പറയുന്നത്. നമുക്ക് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. മുടിയും ഭുവനങ്ങളൊക്കെ എന്നാൽ മുടിയട്ടെ, നരനത്ര ഭീരുവാണോ, ചൊടികൂടുമവന് തഞ്ജയപ്പൊൻകൊടി പൊങ്ങിക്കണം ഇന്ദ്രനാട്ടിലോളം. അതിനിഷ്ഠുര ജീവിതാഹവാഹങ്കൃതിയാൽ എത്ര ഭയങ്കരം പ്രപഞ്ചം, അതിനൊട്ടൊരു സൗമ്യഭാവമേകുന്നതിനാണീദൃശ സത്വസൃഷ്ടി നൂനം. സജാതീയ ദ്വിതീയാക്ഷരപ്രാസം ഉണ്ടെന്നും വൃത്തം വസന്തമാലികയാണ് എന്നും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല. നിങ്ങളത് സ്വയം കണ്ടുപിടിക്കണം. ഇന്ന് തൽക്കാലം ഇവിടെ നിർത്താം. ബാക്കി നാളെ ആവട്ടെ. എല്ലാവർക്കും നമസ്കാരം.